ഒരുമിച്ച് പാട്, നല്ല പാട്ടാണ്. സകലമംഗീകാരാധന മത്തായി 20:22. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് വരാൻ കാരണം പ്രാർത്ഥനയിൽ ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. ദൈവരാജ്യമല്ല ചോദിക്കണത്, ദൈവരാജ്യമായിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സ്വർഗസ്ഥനായ പിതാവിലൂടെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതെന്താണ് കാര്യം? ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അത് ലോക സന്തോഷമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീതി, ദൈവരാജ്യം, ഭക്ഷണവും പാനീയവും 14-17 എടുത്ത് 14-17 റോമ 14:17 ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത്? ഞാൻ ആശിച്ച ചെറുക്കൻ, ആശിച്ച വീട്, ആശിച്ച കാറ്, അതാണ് ഭക്ഷണവും പാനീയവും എന്നുള്ള വാക്ക്. നീ ആഗ്രഹിക്കണ അല്ലെന്ന് മനസ്സിലായില്ലേ? അത് ലോകരാജ്യം എന്ന് എൻ്റെ പേര്. നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചൊല്ലിയിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, അതാണ് എൻ്റെ അത് വരുന്ന ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ആദിമസഭയോട് പറയണത് ദൈവരാജ്യം 14-17 റോമ എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം പുലരുമ്പോൾ അതിൻ്റെ സൈമൾട്ടേനിയസ് സമാന്തരമായ അലോട്ട്മെൻ്റ് ഉണ്ടാകും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാകും. ലോകരാജ്യത്തിൻ്റെ സന്തോഷം ലോക സന്തോഷമാണ്. ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി, അല്ലെ പെണ്ണിനെ കിട്ടി, ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി, ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി, അപ്പം നിനക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം എന്ത് സന്തോഷമാണ്? ലോക സന്തോഷമാണ്. ലോക സന്തോഷത്തിനുള്ള കുഴപ്പം എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷമുണ്ടാകും. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലത്. അത് നിന്നെ പഠിച്ചതിൽ നിനക്ക് ജീവിക്കാനൊരു മാർഗമായല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. എന്താ? നിങ്ങളുടെ സന്തോഷം പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയും അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല.
ജോലി തന്ന ദൈവത്തിനുണ്ട് പാരയും പണിതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. ഇതാണ് വിഷയം. ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഈശോ പറയത്തില്ലേ. മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല. ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പം നിങ്ങളുടെ വീട്ടിലെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പം പലരും ട്രാൻസ്ഫർ വാങ്ങിക്കണത് ഇല്ലാത്ത അമ്മയ്ക്ക്, വെറുതെ പയറ് പോലെ നടക്കുന്ന അമ്മയ്ക്ക് തടവാദമാണെന്നും പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കണത്. അതൊന്നും ദൈവരാജ്യമല്ല, ലോകരാജ്യമല്ലേ. ജോലി ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. ഉടമ്പടിയിലുണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കണ്. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ട്. എങ്ങനെ നഷ്ടപ്പെട്ട്? ഇപ്പം നിങ്ങളുടെ ജൂനിയൻകാർക്ക് 50,000 രൂപ കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്. വെറുതെ പയർ പോലെ നടക്കുന്ന അമ്മയ്ക്ക് ക്യാൻസറാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം. കള്ള നുണ പറഞ്ഞ് ഉടമ്പടി എടുത്ത് ജോലി കിട്ടി, കള്ള നുണ പറഞ്ഞിട്ട് ഇപ്പം നടക്കണ എങ്ങനെയാണ്? ലോകരാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പിശാച് ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഒറ്റ നടക്ക് പോകണില്ല, കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്ത് നിന്ന് പോയിട്ട് ലോകരാജ്യത്തിലാകുമെന്നാണ്. അതാ മനുഷ്യരുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നു. ടെക്തവിടപ്പം 2:24, യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ദൈവരാജ്യത്തിലാണോ ജീവിക്കണത്, ലോകരാജ്യത്തിലാണെന്നാ ചോദിക്കണത്. 25 വായിച്ചു. 2:25. മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം അതാണ്. മനുഷ്യരെ കുറിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ളത്തരമാണെന്ന് നമുക്കറിയാം. മനുഷ്യരെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? 2:25 എന്താ പറയുക? മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം, ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, മനുഷ്യന്റെ കാര്യം കാണാൻ വേണ്ടി പിശാചന്റെ കാലും പിടിക്കുവൻ. ദൈവത്തിന്റെ കാല് പിടിച്ചോണ്ടിരിക്കണായിരിക്കും, പക്ഷെ കാര്യം കാണാൻ വേണ്ടി അവൻ വേണ്ടി വന്നാൽ പിശാചന്റെ കാലം പിടിക്കും. അതാണ് മനുഷ്യരുള്ളത്. നിങ്ങൾ ചിന്തിക്കണേ, ഉടമ്പടിക്കാരൊന്ന് ചിന്തിക്കണം. ആടെ കാലിലാണ് പിടിച്ചിരിക്കണം നോക്കണം. ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് നോക്കിയേക്കണം. ദൈവത്തിൻ്റെ കാലിലാണോ പിശാചിൻ്റെ കാലിലാണോ നോക്കിയേക്കണം. കാര്യം പുള്ളിക്കാരനെല്ലാം സ്കാൻ ചെയ്ത് എടുക്കത്തുള്ളൂ. ഈ അഭ്യാസം ഒന്നും അവിടെ നടക്കത്തില്ല. ജെയ്സൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഞാൻ ശ്രങ്കൻ വിസയ്ക്ക് ജെയ്സൺ ശ്രങ്കം വിസയ്ക്ക് ഞാൻ ഒത്തിരിയേറെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്തിരുന്നു 12 കൊല്ലം മുമ്പ്. ഇപ്പം എന്താ സങ്കടം? അത് മുഴുവൻ കള്ളത്തരമായിരുന്നു അയച്ചു കൊടുത്തതെല്ലാം. സംഘം വിസക്ക് അയച്ചു കൊടുത്ത് ചില ആൾക്കാർ എന്നാ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാൻ വേണ്ടി ഇപ്പം ഫാമിലി ആയിട്ടൊരു സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിൽ അവിടെ എടുക്കത്തില്ല, അതുകൊണ്ട് ഫാമിലി അല്ലെന്നാക്കാതെ ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഒരുത്തൻ ഡൈവേഴ്സ് ആയ പിന്നെ പ്രശ്നമില്ലല്ല. ഡൈവേഴ്സ് നിയമപരമായിട്ട് ഡൈവേഴ്സ്ഡാണ്. സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ്, അമേരിക്കനെ പറ്റിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരാൾ പോയി ന്യൂയോർക്കിലും വാഷിങ്ടണിലും പിന്നീട് അവർ അടുത്തടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ്. കാര്യം ഡൈവേഴ്സ്ഡ് ആണെന്ന് പേപ്പറിലേ ഉള്ളു, അവരൊരുമിച്ചാണ് ജീവിക്കണത്. പോലീസിന് ഈ പേപ്പർ തിരക്കി നടക്കാൻ പറ്റുമോ? പക്ഷെ പോലീസിനെ പറ്റിക്കുക, പക്ഷെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വളരെ ഇങ്ങനെ പ്രാർത്ഥന മൊത്തം തകിടം പറയാൻ സാധ്യതകളുണ്ട്. കർത്താവ് ഇതിൻ്റെ ഒരു ബ്ലോക്കിങ് തന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നം. ദൈവരാജ്യത്തിൽ നിന്ന് മനുഷ്യൻ ലോകരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബ്ലോക്ക് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? ഞങ്ങളെ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നും ഇല്ല. ഒരു ഡോക്ടർ വെളുപ്പിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ കുഞ്ഞിന്, എൻ്റെ പേരക്കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അവൻ സംസാരിക്കണില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ
ഞങ്ങൾക്ക് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അവർക്ക് അത്ര പ്രായമൊന്നുമില്ല, നല്ല പയറുപോലെ നടക്കുന്ന മനുഷ്യരാണ്, ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ പുതിയ വല്ല പ്രാർത്ഥന ഉണ്ടോയെന്ന് ചോദിച്ചു. എന്താണ് ഈ മകനെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയ പുതിയ പ്രാർത്ഥന വല്ല ഉണ്ടെന്ന്. പുതിയതായാലും പഴയതായാലും നിത്യനൂതനമായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനെ വെട്ടാൻ ഇനി പ്രാർത്ഥനയില്ല. കാര്യം എന്താണ്? ദൈവം തന്നെ എഴുതിയ പ്രാർത്ഥനയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനെ അറിഞ്ഞു ഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. എൻ്റെ ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ ഉന്നതമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ വന്ന് രണ്ടാമതൊരു തവണ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തമ്പുരാനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ പേര് ലതാ ഉണ്ണികൃഷ്ണൻ. ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2023 ജൂൺ മാസം 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ മകനിലൂടെയാണ് ഞാനിവിടെ എത്തുന്നത്. ഇപ്പോൾ ഞാൻ 7ാമത്തെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഞാൻ ആദ്യ സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ 7ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളൊരു നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചിരുന്നത് ഉടമ്പടി പുതുക്കിയപ്പം. അതായത് പുള്ളിക്ക് ഏജ് ഓവറായതിൻ്റെ ആ ഒരു പ്രശ്നം കാരണം വീണ്ടും നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വന്നിട്ട് 6 മാസത്തോളം നാട്ടിൽ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. പുള്ളി പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ ലീവിന് നാട്ടിലേക്ക് കമ്പനി റിസൈൻ അടിച്ച് വിട്ട സമയത്ത് പുള്ളിയെ കൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാനങ്ങ് ഉടമ്പടി എടുപ്പിച്ചിരുന്നു. ഇപ്പോൾ ആദ്യത്തെ പുതുക്കലിലാണ് പുള്ളി നിൽക്കുന്നത്. പ്രാർത്ഥനയും കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ എല്ലാം ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ തവണ ജോലി ചെയ്ത കമ്പനിയിലേക്ക് 2 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. ഇൻ്റർവ്യൂ പാസ്സാവും. മെഡിക്കലും കഴിഞ്ഞിരുന്നു ഒരു തവണ. പക്ഷേ വിസ അടിക്കുന്ന ആ ഒരു സമയം വരുമ്പോൾ 2 തവണ റിജക്ഷനായി. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞിരുന്നു നമുക്ക് കൃപാസനത്തിൽ പോകണം. ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ മെയ് മാസം പുള്ളിയും കൂട്ടി ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു നമുക്ക് അച്ഛനെ ഒന്ന് കാണാം. എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലും അങ്ങ് നടക്കും. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് കാണാം പുള്ളി ഇൻ്റർവ്യൂവിന് പോകുന്ന ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീണ്ടും വിസ റിജക്ഷനാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഖത്തറിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ കാരണം എന്താണെന്നറിയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോണ് അന്നൊരു ദിവസമുണ്ട് ഒരു കാരണവശാലും നെറ്റ് ഓണാവത്തില്ല, ഫോൺ ചത്തിരിക്കുക. കാരണം അങ്ങനെ വന്നാലെ കൊണ്ട് പുള്ളി കമ്പനിയിലെ ഓഫീസർമാരെയൊക്കെ വിളിച്ച് ചിലപ്പോൾ അത് സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് വരട്ടെ, നമുക്ക് അച്ഛനെ കാണാം, ബഹുമാനപ്പെട്ട അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നു, ടോക്കൺ കിട്ടി. പുള്ളി എപ്പോഴും ആദ്യത്തെ ഉടമ്പടി പുതുക്കി ഇങ്ങനെ നിൽക്കുവാണ്. അൾത്താരയിൽ വന്നു.
അച്ഛൻ ബ്ലസ് ചെയ്തു. ഉടമ്പടി അച്ഛനൊരു വഞ്ചരിച്ച കാശ് രൂപം കൊടുത്തു. അപ്പോൾ ഇതും മേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തോട്ട് നിൽക്കുന്നു. അപ്പോഴും പുള്ളിയുടെ ഫോണിൽ നെറ്റ് ഓണാവത്തില്ല. ഓണായിക്കഴിഞ്ഞാൽ ഗൾഫിലോട്ട് കിടന്ന് വിളിക്കും. പക്ഷേ ഒരു 2 മണിക്കൂറിനകം ഉണ്ട് അത്ഭുതകരമാവണ്ണം ഒരു കോള് വന്നിട്ട്, അത് കോള് വന്നത് പുള്ളിയുടെ ഫോണിലോട്ട് ഈ വിളിച്ചയാൾ വിളിച്ചാൽ പുള്ളിയുടെ ഫോണിൽ കിട്ടത്തുമില്ല. പക്ഷേ എൻ്റെ മകനിലൂടെയൊക്കെ വിളിച്ച് വന്നു. പെട്ടെന്ന് പുള്ളിക്കാരൻ CV അയക്കുന്നു. CV സെലക്റ്റായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സത്യം പറയാമെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് പോകുന്നു. CV സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ അച്ഛനാണല്ലോ ബ്ലസ് ചെയ്ത് വിട്ടേക്കുന്നത്. എങ്ങനെയായാലും അത് നടക്കും എന്നുള്ള പരിപൂർണമായ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. വീട്ടിൽ ചെല്ലുന്നു. പ്രാർത്ഥനകളെല്ലാം മുടക്കാതെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നല്ലതുപോലെ ഞാൻ ചെയ്യും. കാരുണ്യ പ്രവർത്തനം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് പോയപ്പോഴത്തേക്കുണ്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അത് മറ്റൊരു രാജ്യത്തേക്കായിരുന്നു, കുവൈറ്റിലേക്കായിരുന്നു. ഭയങ്കര സന്തോഷം. എന്നിരുന്നാലും അവിടെ ഒരു കടമ്പയുണ്ട്. മെഡിക്കൽ ചെക്കപ്പ്, മെഡിക്കലുണ്ട്. പിന്നെ കുവൈറ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. അതൊക്കെ ടഫാന്ന് പറയുന്ന കേട്ടു. എന്തായാലും ഇൻ്റർവ്യൂവിന് പോയി. അതും സെലക്റ്റായി. കാശ് രൂപം കൊണ്ടുപോയി. വിശ്വാസ പ്രമാണം കാണാതെ പഠിച്ചിട്ടുണ്ട് ആൾ. പിന്നെ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പ്, അത് ഭയങ്കര അത്ഭുതമാണ്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ചെന്നിരിക്കുന്നു. അതും പാസ്സായിട്ട് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മെഡിക്കലിൻ്റെ ഒരു സെക്ഷൻ കിടക്കുകയാണ്. മെഡിക്കലും പുള്ളിക്കാരൻ പോയി. അതായത് പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ട്. ഒരു പേടിയുണ്ട്. 2 ദിവസം മുമ്പിട്ട് ചെക്ക് ചെയ്തപ്പോൾ 230 കാണിച്ചത്. എന്നിരുന്നാലും തലേന്ന് ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഒരു തുള്ളി തൈലവും ഉപ്പും കൂടി വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 തവണ ഞാനെല്ലാം മെഡിസിൻ കഴിക്കുന്നത് കണക്ക് പുള്ളിക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. എന്തുമായാലും പിറ്റേന്ന് രാവിലെ പുള്ളിക്കാരൻ എറണാകുളത്ത് വെച്ചായിരുന്നു. മെഡിക്കൽ ചെക്കപ്പിന് വരുന്നു. അതും കറക്റ്റായി. അതും പരിശുദ്ധ അമ്മ പാസ്സാക്കി കൊടുത്തു. വീട്ടിൽ വരുന്നു. ഇന്നലെ വൈകിട്ട് കാണാം. അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ പത്രവുമായിട്ട് പ്രേക്ഷിത വേലയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പത്രം പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഈ ഞാനിങ്ങനെ പത്രം ഇങ്ങനെ വേണ്ടുന്നവർക്കേ കൊടുക്കത്തുള്ളൂ. തമ്പുരാൻ അത് അർഹതയുള്ളവരെ എൻ്റെ കണ്ണു മുമ്പിൽ കാണിച്ചു തരും. അപ്പം വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞൊരു സമയമായിരുന്നു. ചാറ്റൽ മഴയുണ്ട്. അപ്പം കാണാം എൻ്റെ ഫോണിലേക്ക് പുള്ളി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ. ഏത് എയർപോർട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അമ്മ ചെയ്യുന്നൊരു അത്ഭുതമാണ്. ഉടനെ ഞാൻ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തു. ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു. എന്തായാലും ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകാനായിട്ട് ടിക്കറ്റ് വരുന്നു. ഇന്ന് പുള്ളിക്കാരൻ എറണാകുളത്ത് പോയി ടിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന് നാളെ രാത്രി 9:50 പുള്ളി പോവുകയാണ്. അതായത് പുള്ളിയും പ്രതീക്ഷിക്കാത്ത ഇതുവരെ, അതായത് ഏതാണ്ട് 20 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് ഗൾഫിൽ പോകുന്ന ആളാണ്. എൻ്റെ കൂടെ വന്നിട്ട് 22 വർഷമാവുന്നു. ഈ 22 വർഷം എന്താ പറയുന്നത്, 55,000 രൂപ വന്നാലും തികയാത്തൊരു സാഹചര്യമായിരുന്നു വീട്ടിൽ. അമ്മ ഇതെല്ലാം കണ്ട അമ്മ കൈ നിറയെ അനുഗ്രഹിച്ചാണ് കൊടുത്തേക്കുന്നത്. പുള്ളിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും
തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിങ്ങനെ 7ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാനിങ്ങനെ എഴുതിയിരുന്നു, അമ്മേ 2 അറ്റവും ചേർത്ത് പിടിക്കാനൊക്കെ ഉണ്ട്, അമ്മേ ഒരു വിസ പേപ്പർ തരണേന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. കാരണം ഗൾഫുകാരൊക്കെ ഉള്ള വീട്ടിലുള്ള അമ്മമാർക്കറിയായിരിക്കാം, ഒരു ശമ്പളം കൊണ്ട് പോകുന്നത് 2 കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിൻ്റെ ഇടയിൽ രോഗങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും തികയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മ ഏതങ്ങ് കേട്ടു. കാരണം ഞാൻ ആദ്യ ഉടമ്പടി തൊട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഒത്തിരി പാടുപെടുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സഹനങ്ങളായിരുന്നു. ആദ്യം എനിക്ക് വാരിക്കോരി സാക്ഷ്യം പറയാനൊക്കെ ഉണ്ട്, എനിക്ക് അമ്മ എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ പിന്നെ ഞാൻ കളഞ്ഞിട്ട് പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് എൻ്റെ അമ്മയുടെ ആ ഒരു ശക്തി. ഇനി എനിക്ക് എന്തെല്ലാം സഹനങ്ങൾ തന്നാലും ഞാൻ പോകത്തില്ലെന്ന് തന്നെ എൻ്റെ ഒരു ജീവിതം അങ്ങനത്തെ ആയിരുന്നു. എന്തായാലും അമ്മ ഞാൻ ആ 7ാമത്തെ ഉടമ്പടിയിൽ 2ാമത് എഴുതിയ നിയോഗം എൻ്റെ അമ്മ ഏറ്റെടുത്തു. എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീര്, ഞങ്ങളുടെ ആ ഒരു സങ്കടം അമ്മ കണ്ട് ഞങ്ങളെ നന്നായിട്ട് അനുഗ്രഹിച്ചു. പിന്നെ 5ാമത്തെ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു രോഗസൗഖ്യം കിട്ടി. അതായത് എൻ്റെ വലത് കണ്ണിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അത് കണ്ടതിന് ശേഷം ഒരു കണ്ണ് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, കുറച്ച് മരുന്ന് നമുക്ക് ഒഴിച്ച് നോക്കാം, ഒരു 6 മാസത്തേക്ക് തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചെന്നു. എനിക്കങ്ങനെ മരുന്നുകളൊന്നും കഴിക്കുന്നതിനൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, എനിക്ക് പത്രം ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ ഭയങ്കര അത്ഭുതങ്ങളാണ് മാതാവ് തരുന്നത്. ഞാൻ വിചാരിച്ചു ഒരു 10 കെട്ട് പത്രം ഇവിടെ വന്ന് മേടിച്ചു. ഞാനിങ്ങനെ ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ തുടങ്ങും. പത്രം കൊടുക്കുന്ന മാത്രമല്ല, എനിക്ക് കിട്ടിയ ആദ്യം ഞാൻ പറഞ്ഞ സാക്ഷ്യവും അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ പോവും. വീട്ടിൽ ചെല്ലുമ്പോൾ 9:30 ആവും രാത്രിയിൽ. അങ്ങനെ എന്തായാലും ഈ പത്രം എല്ലാം കൊടുത്ത് തീർന്നില്ല. ഒരു 10 പത്രം ഞാൻ എൻ്റെ കയ്യിൽ ബാക്കി വെച്ചിരുന്നു. ഡോക്ടറെ കാണുന്നതിന് മുമ്പിട്ട് ഈ 10 പത്രം ഞാനങ്ങ് ബാഗിൽ വെച്ചിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തി 2 മെഷീനുണ്ട്. 2ാമത്തെ മെഷീനിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെന്ത് പറ്റി, ഇത് സർജറി ഒന്നും വേണ്ടല്ലോ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്നും പറയാൻ പോയില്ല. കാരണം ആദ്യമായിട്ട് ഞാൻ കണ്ണിങ്ങനെ കാണിക്കാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിലിരുന്നൊരു പത്രം എടുത്ത് ഞാൻ ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു തട്ടിപ്പാണെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കതുകൊണ്ട് വേറൊന്നും സംസാരിക്കാൻ തോന്നിയില്ല. എന്തായാലും എൻ്റെ ആ ഒരു കണ്ണിലെ ആ ഒരു സിസ്റ്റ് കത്തി വയ്ക്കാതെ തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ സൗഖ്യപ്പെടുത്തി തന്നു, പരിപൂർണമായിട്ട് എനിക്ക് മാറ്റിത്തന്നു. പിന്നെ അതിനകത്ത് വന്ന വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞത്, ഈ ഡോക്ടർ എന്നോട് പറയുക, സർജറി വേണ്ട, മരുന്ന് വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ഉപ്പ്, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നിങ്ങൾ കണ്ണൊന്ന് വാഷ് ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞ്. അതൊരു വലിയൊരു സന്തോഷമായി. കാരണം നമ്മുടെ ഉപ്പ് നമ്മുടെ കയ്യിലിരിക്കുമല്ലയോ. അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. ആ ഒരു രോഗസൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് കുവൈറ്റിലേക്ക് കൊടുത്ത വിസ തന്ന് അനുഗ്രഹിച്ചതിനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച വരെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും. അതങ്ങനെ ഒരു രീതിയാണ്. അതങ്ങനെ അനുഗ്രഹിച്ച് കിട്ടിയേക്കും അത്. അപ്പോൾ ലൈവായിട്ട് ഉടമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്തുണ്ട് എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു കയ്യിൽ, സോപ്പുകളുടെയൊക്കെ ആയിരുന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ ഈ ലൈവ് ഉടമ്പടി ധ്യാനത്തിൽ ഓരോരുത്തർ സൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു, എനിക്കും കൂടി അങ്ങനെ ഒന്ന് സൂക്ഷ്മം പോലെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചിരുന്ന് ധ്യാനം കണ്ടു, എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടി. പിന്നെ ഇതുവരെ എനിക്ക് പിന്നെ ആ ഒരു അസുഖം വന്നിട്ടില്ല. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് കിട്ടി.
അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പായ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ എല്ലാവരും ഇത് പറയുമല്ലോ. നമുക്ക് സമയക്കുറവുകൾ കൊണ്ട് നമ്മളതെല്ലാം പറയാൻ നിൽക്കുന്നില്ല, ചുരുക്കി പറയുകയാണ്. പ്രേക്ഷിത വേല പത്രം ഞാൻ പറഞ്ഞില്ല, ഒരു വല്ലാത്തൊരു ഹരമാണ്. തമ്പുരാൻ ചിലപ്പോൾ ആളുകൾക്കുള്ളൊക്കെ മുമ്പിൽ നിന്ന് കുറേ നേരം സംസാരിക്കാൻ അങ്ങ് അനുഗ്രഹം തരുന്നത്. ഒരു വൈകുന്നേര സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫീസൊക്കെ വിട്ടു പോകുന്ന സ്റ്റാഫുകൾ നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കും, നമ്മുടെ കൂടെ ഇങ്ങനെ. വലിയ സന്തോഷമാണത്. പിന്നെ എൻ്റെ മകന് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു വെളുത്ത സ്പോട്ട് പോലെ. അപ്പോൾ ഇവൻ എന്നോട് പറയും, കൊച്ച് അവൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉടമ്പടിയിലാണ്, ഹസ്ബൻഡ് ഉടമ്പടിയിലാണ്, ഞങ്ങൾ 3 പേര് ഉടമ്പടിയിലാണ്. അതായത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കുഞ്ഞിന് ഞാനത് പുരട്ടി കൊടുത്തു. എൻ്റെ കുഞ്ഞിന് അതിൻ്റെ സൗഖ്യം കിട്ടി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, രാത്രി 9 മണി കഴിഞ്ഞപ്പം പോലും എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട്, ഒരു ശകലം ഉടമ്പടി തൈലം പുരട്ടാനെ കൊണ്ട് വരുമോയെന്ന്. അങ്ങനെയൊക്കെയുള്ള കൃപ മാതാവ് തന്നിട്ടുണ്ട്. ഒത്തിരി കൃപ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാലെ കൊണ്ട് ആർക്കും പ്രാർത്ഥിച്ചൊരു തൈലം ഇട്ട് കൊടുത്താലും അതിനൊരു ഫലം കിട്ടുന്നുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. റോഡിലിറങ്ങും, ഇന്നടമൊന്നുമില്ല, എല്ലാവർക്കും കൊണ്ട് ചോദിച്ചിട്ട് വേണ്ടാത്തവർക്ക് എങ്ങനെ അടിച്ചേൽപ്പിക്കത്തൊന്നുമില്ല. ഒരു തവണ ഇങ്ങനെ മഴയത്ത് പത്രം കൊടുക്കാനായിട്ട് നടന്ന സമയത്ത് ഞാനിങ്ങനെ ബസ്സിൽ കയറും. ബസ് ഭയങ്കര മഴയാണ്. ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ വീട്ടിൽ നിന്ന്. ഞാനിങ്ങനെ കൊടുക്കുന്ന സമയത്തുണ്ട് ഒരു മകള് വന്ന് എൻ്റെ കൈക്ക് പിടിച്ചിട്ട്, ആൻറ്റി ഇങ്ങോട്ട് വന്നേ, ഈ പത്രം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കറിയത്തൊന്നുമില്ല. ഒരു പക്ഷേ ഞാൻ ആ മഴയൊക്കെ നനഞ്ഞ് ഒരു 1.5 കിലോമീറ്ററൊക്കെ നടന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ബസ് കയറി പോകാറുള്ളത്. ഞാൻ അതുവരെ ഇങ്ങനെ നടക്കും. ഞാൻ പത്രം കൊടുത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ എന്താ പറയുന്നത്, നിമിഷ നേരം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം 10 കെട്ടായിരിക്കും, ചിലപ്പോൾ 5 കെട്ടായിരിക്കും, ചിലപ്പം 11 ആയിരിക്കും, ചിലപ്പോൾ 6 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും എൻ്റെ കയ്യിൽ പത്രം ഉള്ളത്. ആ മകൾ കൂടി ഓടി നടന്നു, എനിക്ക് ഒരു പരിചയമില്ല, ഓടി നടന്ന് ആ കുഞ്ഞു കൂടി പത്രങ്ങളൊക്കെ വേണ്ടുന്നവർക്ക് മാത്രം. ഭയങ്കര ഒരു സ്പീഡായിരുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായി അത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാലെ കൊണ്ട് എന്താ പറയുന്നത്, അനാഥാലയത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോകുമായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരു 7:30 ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാവരെയും കുളിപ്പിച്ച് എടുത്ത് കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നു കഴിയും. നമ്മൾ ചെല്ലുമ്പോൾ അവരെ ഒന്ന് കുളിപ്പിക്കാനോ എടുക്കാനോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മേ എനിക്കൊരു അമ്മേനെ തരണേ. എനിക്ക് 81 വയസ്സുള്ളൊരു അമ്മേനെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, എനിക്ക് കിട്ടി. 7 വർഷം കൊണ്ട് കിടക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചെന്ന് കുളിപ്പിക്കും. ആദ്യമായിട്ട് ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പം എൻ്റെ കൈ നിറഞ്ഞിരിക്കുന്ന ഒരു ബൈബിളാണ് എനിക്ക് എടുത്ത് തരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം ആരുമില്ല, ഒരു മകനാണ് നോക്കുന്നത്. അത് മടുത്തു, ആ മകൻ മടുത്തു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ്, ഒന്നുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ നോക്കും, അവിടെ എന്താണ് കുറവെന്ന് ഞാൻ നോക്കും. എന്നെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞാൻ മേടിച്ച് കൂട്ടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വലിയ ചിലവുകൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ അലിവുള്ള മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പോയി പറയാൻ പറ്റത്തുള്ളൂ. അവരോട് ചെന്ന് പറയും, അവർ വന്ന് ലൈവ് അത് കാണും. കട്ടിലാണോ, ബെഡാണോ, പിന്നെ മോഷനൊക്കെ പോകാനൊക്കെ ഉള്ള ചെയറാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ മേടിച്ച് കൊടുക്കും. പിന്നെ ലയൺസ് ക്ലബിലൊക്കെ അപേക്ഷ കൊടുത്തിട്ട് ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ പൈസ അവിടുന്ന് പിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പൊതിച്ചോറ് കൃത്യമായിട്ടും കൊണ്ടുപോകുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, പിന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോ തമ്പുരാനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു.